KCBയുടെ സബ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞത് മുതൽ ഒരുപാട് തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ 785 ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്ന സബ് എഞ്ചിനീയർ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല വാർത്തകളല്ല നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ചില അപ്ഡേറ്റുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിപ്രായങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് KCBയുടെ എംപ്ലോയീസ് അസോസിയേഷനുമായിട്ട് CMD നടത്തിയിട്ടുള്ള ചർച്ചയുടെ ചില ഫൈൻഡിങ്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ 227 പോസ്റ്റുകളും അതേപോലെ തന്നെ സബ് എഞ്ചിനീയറിൽ ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകളും അതേപോലെ സബ് എഞ്ചിനീയറിൽ 217 പോസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ ഏതാണ്ട് ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് കാര്യത്തിലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം 227 എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്പറിൽ നിന്ന് നേരെ അത് കുറച്ചുകൊണ്ട് 100 വേക്കൻസിയിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളൂ. എൻ്റെ ഒക്കെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏറ്റവും മികച്ച റാങ്കുകൾ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ 227 എന്ന നമ്പറിൽ നിന്ന് 100 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വേക്കൻസി കുറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചെയ്യുന്ന ഒരു നീതി നിഷേധം തന്നെയാണ്. അത്രയും കുറഞ്ഞതിലേക്ക് 227 വേക്കൻസി ഉള്ളതാണ്. അതായത് ഇല്ലാത്തൊരു വേക്കൻസി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യല്ല. 227 എണ്ണം റിപ്പോർട്ട് ചെയ്യാനുള്ളതിൽ നിന്ന് 100 എണ്ണം മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് നിലവിലെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വന്നിരിക്കുന്നത് സബ് എഞ്ചിനീയറുടെ കേസിൽ 217 പൂർണ്ണമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലും ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് 217 റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 217 ഘട്ടം ഘട്ടമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും അതിലൊരു പ്രശ്നം കിടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ 217 ആദ്യം ഒരു 50 പിന്നീട് ഒരു 50 എന്നൊക്കെയുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്തൊരു 2 വർഷം കൊണ്ടായിരിക്കും ഈ 217 വരാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ അതിന് താഴെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതേസമയം 217 ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിലവിലെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നത് മാത്രമല്ല അതിന് താഴെ വരുന്ന റാങ്കിലുള്ള ആളുകൾക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു എന്താ പറയുക, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് അല്ല KCBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. KCB നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണല്ലേ. ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് താരിഫിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിൽ ബുദ്ധിമുട്ടാക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കോർ എന്ന് പറയുന്നത്, അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അവിടെയാണ് ഈ ഒരു കടുംവെട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, അതിന് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും എല്ലാ ആളുകളും ഒരേപോലെ ഇതിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വിഷയം എന്ത് ചെയ്യണം, പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളിലും പ്രശ്നങ്ങൾ തന്നെയാണ്. 227 100 റിപ്പോർട്ടായിട്ടുള്ളൂ, 217 ഘട്ടം ഘട്ടമായിട്ട് എന്നുള്ള രീതിയിലാണ്. ഈ രണ്ടും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. ഇനി റാങ്ക് ലിസ്റ്റിന് ഇനിയുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 100A ലിസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഇതിൽ മിക്കവാറും ഈ 100ലുള്ള ഭൂരിഭാഗം ആളുകളും എവിടെ വരാൻ സാധ്യതയുണ്ട്, സബ് എഞ്ചിനീയർ ലിസ്റ്റിലും വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും 217 എന്ന നമ്പർ ആണെങ്കിൽ പോലും അതിനേക്കാൾ വലിയ എഫക്റ്റ് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് 217 എന്ന് പറയുന്നതിലേക്ക് ഈ 217 ഇനി വരാൻ പോകുന്ന 217 ഒരുപാട് ആളുകൾ ഇതിനോടകം A ലിസ്റ്റിലേക്കും വരാൻ പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ വേക്കൻസിയുടെ ഇതിലേക്ക് എന്താവും, ആഡ് ആയിട്ട് വരും. അങ്ങനെ വീണ്ടും റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പിന്നോട്ട് ആളുകൾക്കും റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ഉദ്യോഗാർത്ഥികൾക്ക് ഫേവറബിൾ ആകുന്ന രീതിയിൽ അത് മാറ്റാൻ PSCയും അതേപോലെ KCBയും തയ്യാറാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഉദ്യോഗാർത്ഥികളുടെ ശ്രമങ്ങൾ ഒരിക്കലും നഷ്ടമാവില്ല. അവരെടുത്ത എഫേർട്ടിന് അവരുടെ റിവാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഈ ജോലി കാത്തിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു ന്യൂസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധ കുറഞ്ഞു പോകരുത്. അത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകളെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എംപ്ലോയീസ് അസോസിയേഷൻ ആണെങ്കിലും ശരി, അതേപോലെ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനൊക്കെ ഇതിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.